പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഭ്യന്തര ക്രിക്കറ്റിൽ പരിക്കേറ്റ കളിക്കാർക്ക് പകരം പുതിയ കളിക്കാരനെ ഇറക്കാനുള്ള നിർണായകമായ തീരുമാനം BCCI കൈക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നിലവിൽ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ ക്രിക്കറ്റിൽ അനുവദിക്കുന്നുള്ളൂ. എന്നാൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന കളിക്കാരന് പകരം മറ്റൊരു താരത്തെ കളിപ്പിക്കാനാകുന്ന നിയമമാണ് BCCI കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ഇംഗ്ലണ്ട്-ഇന്ത്യ പരമ്പരയിൽ നമ്മൾ കണ്ടതാണ് ഋഷഭ് പന്തും ക്രിസ് വോക്സും ഒക്കെ പരിക്കേറ്റിട്ടും വീണ്ടും കളിക്കാൻ ഇറങ്ങിയത്. അതിനൊരു മാറ്റമാണ് BCCI ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഗുരുതരമായി പരിക്കേൽക്കുന്ന കളിക്കാരന് പകരം പുതിയൊരാളെ ഇറക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ BCCI വെച്ചിട്ടുണ്ട്. അതായത് ഒന്നിലധികം ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത്. അതായത് T20ക്കും ഏകദിനത്തിനുമൊന്നും ഇത് ബാധകമാകില്ലെന്നാണ് അർത്ഥം. കളിക്കിടയിലോ കളിക്കളത്തിൽ വെച്ചോ പരിക്ക് പറ്റിയാൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. ടോസ് ഇടുന്ന സമയത്ത് നൽകുന്ന പകരക്കാരുടെ ലിസ്റ്റിൽ നിന്നും ഒരു താരത്തെ മാത്രമേ ഇറക്കാൻ സാധിക്കൂ. അതിപ്പോൾ സ്പിൻ ബോളർ ആണെങ്കിൽ പകരം ഒരു സ്പിൻ ബോളറെയോ, ഫാസ്റ്റ് ബോളർക്ക് പകരം ഫാസ്റ്റ് ബോളറെ, അല്ലെങ്കിൽ ബാറ്റർക്ക് പകരം മറ്റൊരു ബാറ്ററെ മാത്രമേ ഇറക്കാനാകൂ. അങ്ങനെ സമാനമായ ഒരു കളിക്കാരനെ മാത്രമേ ഇറക്കാൻ സാധിക്കൂ. മാച്ച് റഫറിയുമായും മെഡിക്കൽ സ്റ്റാഫുമായും കൂടി ആലോചിച്ച് ഓൺ ഫീൽഡ് അമ്പയർ ഈ പകരക്കാരനായ കളിക്കാരനെ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. ഈ ഒരു നിയമം വരുന്നത് ടീമുകൾക്ക് വലിയ രീതിയിൽ സഹായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.